Good morning all. Welcome back to Varandha Race Malayalam YouTube channel. എൻ്റെ പേര് മനു. ബാങ്ക് SSC എക്സാംസിൻ്റെ ഡെയിലി കറണ്ട് അവേഴ്സ് സെക്ഷൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 14 ഡെയിലി കറണ്ട് അവേഴ്സ് ആണ്. ഓക്കെ, കറണ്ട് അവേഴ്സിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം. അപ്പോൾ നമ്മുടെ വരാന്ത റേസിലെ ഒരു ബ്രാഞ്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്സസ് ആയിരിക്കും. ആ ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള ബേസിക് സർക്കിൾ, അതുപോലെ മെയിൻസ് ലെവൽ കണ്ടൻസ് ഫോക്കസ് ചെയ്ത് പോകുന്ന എക്സ്ട്രീം സർക്കിൾ, ഓക്കെ, അല്ലെങ്കിൽ ടയർ 2 എക്സാംസ് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻസ് കൊണ്ടുപോകുന്ന ഫോക്കസ് ബാച്ച്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സൂപ്പർ ബാച്ച് ആണ്. അതിനകത്ത് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കണ്ടന്റ് ആയിരിക്കും സൂപ്പർ ബാച്ചിനകത്ത് പോകുന്നത്. അപ്പോൾ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എക്സാം ഫോക്കസ് ചെയ്തായിരിക്കും ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് മെയിൻസ് ഫോക്കസ് ചെയ്തായിരിക്കും ആ ഒരു സൂപ്പർ ബാച്ച് പോകുന്നത്. അപ്പോൾ ഈ ബേസിക് സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ, അതുപോലെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് വരുന്നത് റിപ്പാണ്. റിപ്പിനകത്ത് മോക്ക് ടെസ്റ്റുകളാണ്. ഓക്കെ, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും മോക്ക് ടെസ്റ്റുകളാണ് റിപ്പിനകത്ത് വരുന്നത്. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് വരുന്നത് ലെവൽ 6 മോക്ക് ഇൻ്റർവ്യൂസ് ആണ്. അത് ചില എക്സാംസ് അതായത് നമ്മുടെ ഓഫീസർ റാങ്കിലുള്ള അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ബാങ്ക്സിലൊക്കെ നിങ്ങൾക്ക് മെയിൻസ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെക്ഷനാണ് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ്. അതിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സസും അതുപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത്. വരാന്ത റേസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓഫ്ലൈനായിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ന്യൂസ്, മെർക്കോം ഇന്ത്യ റിപ്പോർട്ട്, റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷൻ റൈസ് 34.7% to 431 മെഗാവോൾട്ട് ഇൻ ജൂലൈ സെപ്റ്റംബർ 2023. ഓക്കെ, അപ്പോൾ മെർക്കോം ഇന്ത്യയുടെ റിപ്പോർട്ടാണ്. ആ തേർഡ് ക്വാർട്ടറിലെ അല്ലെങ്കിൽ ക്വാർട്ടർ 3 റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സോളാർ ഇൻസ്റ്റാളേഷൻ 34.7% ഇൻക്രീസ് ആയെന്നാണ് ആ ന്യൂസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ റിപ്പോർട്ട് ഇറക്കുന്ന ആരാണ്? മെർക്കോം ഇന്ത്യയാണ് ആ റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, മെർക്കോം ഇന്ത്യയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സോളാർ ഇൻസ്റ്റാളേഷൻ 34.7% ഇൻക്രീസ് ഉണ്ടായെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ക്വാർട്ടർ 3 of 2023, Mercom India rooftop solar report released by the Mercom India Research, the rooftop solar installation in India registered a 34.7% year-on-year jump to 431 megawatt in the third quarter, July-September of calendar year 2023. Okay, 2023 34.7% ആണ് ഗ്രോസ് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. ദിസ് ഇന്ത്യാസ് ക്യുമുലേറ്റീവ് റൂഫ്ടോപ്പ് സോളാർ കപ്പാസിറ്റി റീച്ച് ടു 10.1 ജിഗാവോൾട്ട്. ഓക്കെ, അപ്പോൾ മൊത്തത്തിലുള്ള ഇന്ത്യയുടെ സോളാർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10.1 ജിഗാവോൾട്ട് ആയിട്ടാണ് അത് ഇൻക്രീസ് ആയിരിക്കുന്നത്. ഓക്കെ, മൊത്തത്തിൽ ഈ ഒരു വർഷം നമ്മൾ അച്ചീവ് ചെയ്തേക്കുന്നത് എത്രയാണ്? 433 മെഗാവോൾട്ട് ആണ്. അത് ഇപ്പോൾ ടോട്ടലി ഇന്ത്യയുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 10.1 ജിഗാ വാട്ടാണ്. ഓക്കെ, ജിഗാ വാട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് വേൾഡിലെ ആദ്യത്തെ പോർട്ടബിൾ ഹോസ്പിറ്റൽ ഗുരുഗ്രാമിൽ അവർ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേൾഡ് ഫസ്റ്റ് പോർട്ടബിൾ ഹോസ്പിറ്റൽ ആരോഗ്യ മൈത്രി 8 ക്യൂബ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ആരോഗ്യ മൈത്രി 8 ക്യൂബ് എന്നാണ് ആ ഒരു പോർട്ടബിൾ ഹോസ്പിറ്റലിൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ ഒരു എമർജൻസി സിറ്റുവേഷൻ, എന്തെങ്കിലും കലാമിറ്റി കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ പോർട്ടബിൾ ഹോസ്പിറ്റലാണ്. അവിടെ പോയിട്ട് നമുക്കെല്ലാം ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരാണ് ആരോഗ്യ മൈത്രി 8 ക്യൂബ് എന്ന് പറയുന്നത്. വേൾഡ് ഫസ്റ്റ് പോർട്ടബിൾ ഹോസ്പിറ്റൽ, ദ ആരോഗ്യ മൈത്രി 8 ക്യൂബ് വിച്ച് ക്യാൻ ബി സെറ്റപ്പ് വിത്തിൻ 1 hour ഓഫ് അറൈവിംഗ് അറ്റ് ദ എമർജൻസി സൈറ്റ് ടു ട്രീറ്റ് ദ ഇഞ്ചേർഡ് വാസ് അൺവീൽഡ് ഇൻ ഗുരുഗ്രാം, ഹരിയാന. ഓക്കെ, അതായത് ഈ ഒരു പോർട്ടബിൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിത്തിൻ 1 hour എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ഹോസ്പിറ്റലായിട്ട്, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ഹോസ്പിറ്റലായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ഹോസ്പിറ്റലാണ് ഈ ആരോഗ്യ മൈത്രി 8 ക്യൂബ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡിസൈൻഡ് ബൈ ഇൻഡിജിനിയസ്ലി അണ്ടർ ദ പ്രോജക്ട് വിഷം. ഓക്കെ, പ്രോജക്ട് വിഷമിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫുൾ ഫോം നോക്കി വെച്ചേക്കാം. ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി. ഓക്കെ, അല്ലെങ്കിൽ പ്രോജക്ട് വിഷമിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പോർട്ടബിൾ ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്തേക്കുന്നത് പ്രോജക്ട് വിഷമാണ്. അതുപോലെ ഇറ്റ് ക്യാൻ ബി യൂസ് ടു ട്രീറ്റ് ആസ് മെനി ആസ് 200 പേഷ്യൻസ് വിത്ത് എ റേഞ്ച് ഓഫ് ഇഞ്ചുറീസ് ഇൻക്ലൂഡിംഗ് ബുള്ളറ്റ് ഇഞ്ചുറീസ്, ബേൺസ്, ഹെഡ്, സ്പൈനൽ ആൻഡ് ചെസ്റ്റ് ഇഞ്ചുറീസ്, minor surgeries,
ഫ്രാക്ചേഴ്സ് ആൻഡ് മേജർ ബ്ലീഡിങ്സ്. ഓക്കെ, അതായത് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ 1 മണിക്കൂറിൽ സെറ്റപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പോർട്ടബിൾ ഹോസ്പിറ്റലാണ് ഈ പറയുന്നത് എന്താ ആരോഗ്യ മൈത്രി 8 ക്യൂബ് എന്ന് പറയുന്നത്. ഗുരുഗ്രാം ഹരിയാനയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് സക്സസ്ഫുൾ ആണെങ്കിൽ അതെന്തായിരിക്കും ആ ഒരു സംഭവം നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അല്ലേ. എമർജൻസി സിറ്റുവേഷൻസ് എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ എയ്ഡ് നല്ല സുഖകരമായിട്ട് കിട്ടാനായിട്ട് ഇതുപോലത്തെ ഇനിഷ്യേറ്റീവുകൾ എന്താണ് ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് 7th എഡിഷൻ ഓഫ് വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. ഓക്കെ, ഈ കോമ്പറ്റീറ്റീവ്നെസ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 7th എഡിഷൻ വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റീറ്റീവ്നെസ് റാങ്കിങ്ങിനകത്ത് ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിലീസ് ചെയ്തത് ഡിസംബർ 2023 റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റീറ്റീവ്നെസ് റാങ്കിനകത്ത് ഇന്ത്യയുടെ റാങ്ക് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 49 ആണ്. ഓക്കെ, ഇന്ത്യയുടെ റാങ്ക് 49th റാങ്കിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഫസ്റ്റ് നിൽക്കുന്നത് ഓക്കെ ഈ ഒരു റാങ്കിങ്ങിനകത്ത് ഏറ്റവും ടോപ്പ് സ്പോട്ടിൽ നിൽക്കുന്ന ആരാണ്? USA ആണ്. അപ്പോൾ വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റീറ്റീവ്നെസ് റാങ്കിങ്ങിനകത്ത് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ആരാണ്? USA ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ 3 കാറ്റഗറി ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഈ പറയുന്ന റാങ്കിങ് വന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെ മെയിൻലി നോക്കുന്നത് നോളജ്, ടെക്നോളജി ആൻഡ് ഫ്യൂച്ചർ റെഡ്നെസ് എന്ന് പറയുന്ന 3 കാറ്റഗറിയിലാണ് ഇവർ പോയിന്റ്സ് രേഖപ്പെടുത്തുന്നത്. ഇതിനകത്ത് 3 കാറ്റഗറിയിലും ഏറ്റവും ടോപ്പ് സ്പോട്ടിൽ നിൽക്കുന്ന ആരാണ്? ഈ 3 കാറ്റഗറിയുടെ ഉള്ള ഒരു ടോട്ടൽ സ്കോർ നോക്കിയിട്ട് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന USA ആണ്. ഓക്കെ, അതുപോലെ ഈ സ്വിറ്റ്സർലാൻഡ് റീറ്റെയിൻ ദ ടോപ്പ് പൊസിഷൻ ഇൻ ദ നോളജ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ സ്വിറ്റ്സർലാൻഡാണ് നോളജ് ഫാക്ടറിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് 3 ഫാക്ടർ ഉണ്ട്. നോളജ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ഫ്യൂച്ചർ റെഡ്നെസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നോളജ് ഫാക്ടറിനകത്ത് ആരാ ടോപ്പ് നിൽക്കുന്നത്? സ്വിറ്റ്സർലാൻഡാണ്. അപ്പോൾ ഇതിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് റാങ്ക് എത്രയാണ്? 5th ആണ്. ഓക്കെ, 5ാമത്തെ റാങ്കിലാണ് സ്വിറ്റ്സർലാൻഡ് നിൽക്കുന്നത്. നോളജ് മാത്രം നോക്കുകയാണെങ്കിൽ നോളജ് ഫാക്ടർ മാത്രം നോക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡാണ് ഒരു ടോപ്പിൽ നിൽക്കുന്നത്. ഓക്കെ, 2022 നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. പണ്ട് 2022 ഡെൻമാർക്കായിരുന്നു ഈ ഒരു വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റീറ്റീവ്സ് ഇൻഡെക്സിനകത്ത് ടോപ്പ് നിന്നത്. ഇപ്പോൾ അത് 4ാമത്തെ പ്ലേസിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഡെൻമാർക്കിൻ്റെ പൊസിഷൻ 4ാമത്തെ പൊസിഷനിലോട്ട് മാറി. ഡിക്ലൈൻ ഇൻ ദ ഫ്യൂച്ചർ റെഡ്നെസ് ആൻഡ് ടെക്നോളജി ഫാക്ടർ. ഓക്കെ, ഫ്യൂച്ചർ റെഡ്നെസ്സിലും ടെക്നോളജി ഫാക്ടറിൽ അവർ ഒരുപാട് പുറകോട്ട് പോയി അല്ലെങ്കിൽ അവർക്ക് അഡ്വാൻസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്? ഡെൻമാർക്കിന് 4ാമത്തെ പ്ലേസിലോട്ട് പിന്തള്ളപ്പെട്ടത്. ഓക്കെ, ഫസ്റ്റ് നിൽക്കുന്ന ആരാണ്? USA ആണ്. ഇന്ത്യയുടെ റാങ്ക് ഓർത്ത് വെച്ചേക്കാം 49ാമത്തെ റാങ്കാണ് വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റീറ്റീവ്നെസ് റാങ്കിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഇൻ December 2023 Asian Development Bank approved a USD- loan for Uttarakhand Climate Resilient Power System Department project to improve the quality, efficiency and reliability of power supply. ഓക്കെ, അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഓക്കെ അല്ലെങ്കിൽ ക്ലൈമറ്റ് റീസൈലൻറ്റ് പവർ സിസ്റ്റം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ADB കുറച്ച് എമൗണ്ട് ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ എത്രയാണ്? $200 million ആണ്. ഓക്കെ, അപ്പോൾ $200 million ആണ് ഉത്തരാഖണ്ഡിന് ആര് കൊടുത്തേക്കുന്നത്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് കൊടുത്തേക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റ് റീസൈലൻസ് എന്താണ് പവർ സിസ്റ്റം ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന എമൗണ്ട് സാങ്ഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഉത്തരാഖണ്ഡാണ് ആ പവർ സെക്ടറിന് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ആ എമൗണ്ട് ഓർക്കുക $200 million ആണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നെയിം ദ കമ്പനി ദാറ്റ് ഹാസ് പാർട്ണർഡ് വിത്ത് DBS Bank India, Visa and Amazon to provide an extensive range of services to micro, small and medium enterprises. ഓക്കെ, അപ്പോൾ MSMEക്ക് വേണ്ടിയിട്ട് എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ DBS ബാങ്ക് അതുപോലെ വിസ ആൻഡ് ആമസോൺ ഓക്കെ ഈ മൂന്ന് കമ്പനീസുമായിട്ട് എന്താ ഒരു പാർട്ണർഷിപ്പിൽ വന്ന കമ്പനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഗോദ്രേജ് ആണ്. ഓക്കെ, അപ്പോൾ ഗോദ്രേജ് ക്യാപിറ്റലാണ് ഈ DBS ബാങ്ക് ഇന്ത്യ അതുപോലെ വിസ ആൻഡ് ആമസോണുമായിട്ട് ചേർന്നിട്ട് MSMEക്ക് വേണ്ടിയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺസ് അതുപോലെ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം നോക്കാനായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോദ്രേജ് ക്യാപിറ്റലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? DBS ബാങ്ക് ഇന്ത്യ അതുപോലെ വിസ ആൻഡ് ആമസോണുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ വന്നേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം. ഓക്കെ, വിച്ച് ഗവൺമെൻറ് ഏജൻസി ഓർ കമ്പനി ഹാസ് സൈൻഡ് ആൻ MOU വിത്ത് ബിസിനസ് ഫിൻലാൻഡ് ടു ബൂസ്റ്റ് ദ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ ആൻഡ് ഫിൻലാൻഡ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഫിൻലാൻഡിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മുടെ ഈ ബിസിനസ് ഫിൻലാൻഡുമായിട്ട് ഫിൻലാൻഡിൻ്റെ ബിസിനസ് ഫിൻലാൻഡുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്ന ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MOU സൈൻ ചെയ്തിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഏത് കൺട്രിയുമായിട്ടാണ് ഈ പറയുന്ന MOU സൈൻ ചെയ്തെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനകത്ത് ആരാണ്? ബിസിനസ് ഫിൻലാൻഡ് അല്ലെങ്കിൽ ഫിൻലാൻഡുമായിട്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത്. MOU എന്ന് വെച്ചാൽ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിരിക്കുന്നത്. Next, which of the following Indians have featured in the Forbes Asia 2023 Hero of Philanthropy list? അപ്പോൾ ഹീറോ ഓഫ് ഏഷ്യയിൽ തന്നെ ഈ ഫോബ്സിൻ്റെ ഏഷ്യ റാങ്കിങ്ങിൽ ഹീറോ ഓഫ് ഫിലോൺട്രോഫി ലിസ്റ്റിനകത്ത് വന്നേക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് പരാമർശിച്ചിട്ടുള്ള ഇന്ത്യൻസ് ആരൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് 3 പേരാണ് ആ ഒരു ലിസ്റ്റിനകത്ത് വന്നേക്കുന്നത്. ഫിലോൺട്രോഫി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഈ സംഭാവനകൾ നൽകുന്ന ആൾക്കാരെയാണ് ഈ പറയുന്ന ഈ ലിസ്റ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് 3 പേരാണ്. അതിനകത്ത് 3 ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ. നിഖിൽ കമ്മത്ത് ഒരാൾ, കുശാൽ പാൽ സിംഗ് ഉണ്ട്, അതുപോലെ നന്ദൻ നീലേഗണി ഉണ്ട്. അപ്പോൾ നിഖിൽ കമ്മത്ത്, കുശാൽ പാൽ സിംഗ്, അതുപോലെ നന്ദൻ നീലേഗണി, അങ്ങനെ 3 പേരാണ് ഫോബ്സിൻ്റെ ഏഷ്യ 2023 ഹീറോ ഓഫ് ഫിലോൺട്രോഫി ലിസ്റ്റിൽ വന്നേക്കുന്നത്. അവർ നടത്തിയിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു കണക്കും കാര്യങ്ങളും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലിസ്റ്റിൽ അവർ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. അതൊരു അടുത്തത് എന്താണ്? ഒരു അവാർഡാണ്. ഹു വാസ് അവാർഡഡ് വിത്ത് വൈസ് പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ 2023 ബൈ ദ ഖത്തർ ഫൗണ്ടേഷൻ അറ്റ് ദ 11th എഡിഷൻ ഓഫ് വേൾഡ് ഇന്നോവേഷൻ സമ്മിറ്റ് ഫോർ എഡ്യൂക്കേഷൻ സമ്മിറ്റ് അല്ലെങ്കിൽ വൈസ് സമ്മിറ്റ്. അപ്പോൾ 11ാമത്തെ എഡിഷൻ വൈസ് സമ്മിറ്റിൽ വെച്ചിട്ട് വൈസ് പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ 2023 എന്ന് പറയുന്ന അവാർഡ് കരസ്ഥമാക്കിയത് ആരാണ്? അത് ഖത്തർ ഫൗണ്ടേഷനാണ് കൊടുക്കുന്നത്. ആ ഒരു അവാർഡ് കരസ്ഥമാക്കിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഷഫീന ഹുസൈനാണ്. ഷഫീന ഹുസൈനാണ് എന്ത് കിട്ടിയേക്കുന്നത്? വൈസ് പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ 2023 എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് എത്രാമത്തെ എഡിഷനാണ്? എത്രാമത്തെ എഡിഷൻ വൈസ് സമ്മിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11ാമത്തെ എഡിഷൻ വൈസ് സമ്മിറ്റ് അല്ലെങ്കിൽ വേൾഡ് ഇന്നോവേഷൻ സമ്മിറ്റ് ഫോർ എഡ്യൂക്കേഷൻ സമ്മിറ്റ്, അത് 11ാമത്തെ എഡിഷനാണ്. ആ ഒരു എഡിഷനിൽ വെച്ചിട്ട് വൈസ് പ്രൈസ് കിട്ടിയേക്കുന്നത് സഫീന ഹുസൈനാണ്. അപ്പോൾ ഈ സഫീന ഹുസൈൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമണാണ്. അല്ലെങ്കിൽ വൈസ് പ്രൈസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമണാണ്. അത് ഈ വൈസ് പ്രൈസിൻ്റെ ഒരു സമ്മാന തുക ഓർത്ത് വെച്ചേക്കുക. USD 5 ലാഖാണ്. $5 lakh ആണ് എന്ത് ചെയ്യുന്നത് ഈ പ്രൈസ് മണി ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ സഫീന ഹുസൈനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേറ്റ് ഗേൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും അതുപോലെ ബോർഡ് മെമ്പറുമാണ് ആരെന്ന് പറയുന്നത്? സഫീന ഹുസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും അതുപോലെ നമുക്ക് ഈ പറയുന്ന ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷന് ഒരു അംഗീകരിച്ചുകൊണ്ടാണ് എന്തിരിക്കുന്നത് ഈ പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ ഗേൾസിൻ്റെയൊക്കെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വൈസ് പ്രൈസ് ഷഫീന ഹുസൈൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആ ഒരു ന്യൂസിനകത്ത് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. നെക്സ്റ്റ്, നെയിം ദ പേഴ്സണാലിറ്റി ഹു ഹാസ് അപ്പോയിൻറ്റഡ് ആസ് ദ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡർ ഫോർ യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ആ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡർ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഫോമർ റിട്ടയർഡ് ആയിട്ടുള്ള ക്രിക്കറ്ററായിട്ടുള്ള സുരേഷ് കുമാർ റെയ്ന അല്ലെങ്കിൽ സുരേഷ് റെയ്നയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ ഒരു അംബാസിഡറായിട്ട് യൂത്ത് അംബാസിഡർ ഫോർ അല്ലെങ്കിൽ യൂത്ത് വോട്ട് അവയർനെസ് അംബാസിഡറായിട്ട് ജമ്മു കാശ്മീരിൽ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന ആരെയാണ്? സുരേഷ് കുമാർ റെയ്നയാണ്. അത് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, വിച്ച് ഇൻഷുറൻസ് കമ്പനി ഹാസ് അപ്പോയിൻറ്റഡ് സ്മൃതി മന്ദാന ആസ് ദ ബ്രാൻഡ് അംബാസിഡർ? സ്മൃതി മന്ദാനയെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് ഏത് ഇൻഷുറൻസ് കമ്പനിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണ്? PNB MetLife India ഇൻഷുറൻസ്. PNB MetLife India ഇൻഷുറൻസ് ആണ് സ്മൃതി മന്ദാനയെ എന്ത് ചെയ്തിരിക്കുന്നത് ആ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ആ ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് വേർഡ് has selected as the word of the year 2023 by the Oxford University
പ്രസ് ഇൻ ഡിസംബർ 2023. ഓക്കെ, അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിൻ്റെ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് ഏത് വേർഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണ്? റിസ്. ഓക്കെ, റിസ് RISS. ഓക്കെ, റിസ് എന്ന് പറയുന്ന വേർഡാണ് ചെയ്തിരിക്കുന്നത്. ഓക്സ്ഫോർഡിൻ്റെ എന്താ വേർഡ് ഓഫ് ദ ഇയർ, ഓക്സ്ഫോർഡ് സെലക്ട് ചെയ്തേക്കുന്ന വേർഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് ഏതാണ്? റിസ് എന്ന് പറയുന്ന വേർഡാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഓക്സ്ഫോർഡ്, റിസ്. Okay, next, name the country that has served as the vice chair of United Nations Educational, Scientific and Cultural Organization Executive Board for the term 2023-25 from the Asia Pacific Group. Okay, അപ്പോൾ ഏഷ്യ പസഫിക് ഗ്രൂപ്പിൽ നിന്ന് 2023-25 കാലഘട്ടത്തിലേക്ക് യുനെസ്കോയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് അതിൻ്റെ വൈസ് ചെയർ ആയിട്ട്, അതായത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് എലക്ട് ചെയ്തേക്കുന്നത് ഏത് കൺട്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഏഷ്യ പസഫിക് ഗ്രൂപ്പിൽ നിന്ന് 2023-25 കാലഘട്ടത്തിലേക്ക് യുനെസ്കോയുടെ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന കൺട്രി ഏതാണ്? പാകിസ്ഥാനാണ്. ഓക്കെ, പാകിസ്ഥാനാണ്. അത് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വർഷം ഓർക്കുക. 2023-25 കാലഘട്ടത്തിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പാകിസ്ഥാനെ ആ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിൻറ്റ് അല്ലെങ്കിൽ എലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസ്, കണ്ടവസുകൾ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അത് നോട്ട് ഡൗൺ ചെയ്ത് തന്നെ പഠിക്കാം. അതുപോലെ ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾ അതിൻ്റെ വീക്കിലി അതിൻ്റെ റിവിഷൻസ് കൊണ്ടുപോകാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് ഓർത്തിരിക്കാനായിട്ട് കഴിയത്തില്ല. ഡെയിലി അതിൻ്റെ ചെറിയൊരു നോട്ട് ഉണ്ടാക്കുക, അതുപോലെ വീക്കിലി അതിൻ്റെ കൃത്യമായിട്ടുള്ള റിവിഷൻസ് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ SSCയുടെയും ബാങ്കിൻ്റെയും വീഡിയോ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക. അതുപോലെ നിങ്ങൾക്ക് ആ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.